മക്കളെ, ഈ വർഷത്തെ എയിംസ് BSc നഴ്സിംഗിന്റെയും അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസിന്റെയും ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ രണ്ടും കൂടെ ഒറ്റ വീഡിയോയിൽ പറയുന്നത് മാത്രം. അതിൽ നഴ്സിംഗും വന്നിട്ടുണ്ട്, പാരാമെഡിക്കലും. 2025 നഴ്സിംഗിന്റെയും പാരാമെഡിക്കലിന്റെയും ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം ഞാൻ ഇവിടെ നഴ്സിംഗിന്റെയും അവിടെ പാരാമെഡിക്കലിന്റെയും പറയുന്നു. നഴ്സിംഗിന്റേത് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും നിങ്ങൾക്ക് സെപ്റ്റംബർ 18 വൈകിട്ട് 5 മണി വരെ ചെയ്യാം. നഴ്സിംഗിന് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും. അത് ആർക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ആദ്യം ഈ എയിംസിന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം എലിജിബിൾ കാൻഡിഡേറ്റ്സിന്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. ആ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ചെയ്യാം. സെപ്റ്റംബർ 18 വൈകിട്ട് 5 മണി വരെ ചെയ്യാം. അപ്പൊ അതിന്റെ റിസൾട്ട് വരിക സെപ്റ്റംബർ 22 കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് 23 തുടങ്ങി 27 വരെയാണ്. അപ്പൊ നിങ്ങൾക്ക് എയിംസിന്റെ സൈറ്റിൽ കയറിയിട്ട്, നമുക്ക് ഓൾറെഡി ആദ്യ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എയിംസ് എക്സാംസ് എന്നുള്ള സൈറ്റാണ്. അപ്പൊ എയിംസ് എക്സാംസ് സൈറ്റിൽ കയറുക. അതിൽ മൈ പേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ നഴ്സിംഗിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, ആ വിൻഡോയിലേക്ക് പോകാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്ന് അർത്ഥം. അപ്പൊ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും, അത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റുക. അങ്ങനെ പോകാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണെന്ന് അറിയാം. ഓക്കെ, ഇനി അതിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ 25,000 രൂപ നിങ്ങൾ ഫീ അടയ്ക്കണം, ഓൺലൈൻ അടയ്ക്കണം. ഇത് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പേരൻസിന്റെ അക്കൗണ്ടിൽ നിന്നോ അടയ്ക്കുക. കാരണം സപ്പോസ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് വരുന്നതും അതേ അക്കൗണ്ടിലേക്കായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക, 25,000 രൂപ അടയ്ക്കണം. എന്നിട്ട് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുക. ചോയ്സുകളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഫീ പേയ്മെന്റ് സക്സസ് ആയാലാണ് ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്. ചോയ്സ് ഫില്ല് ചെയ്താൽ നിങ്ങൾ റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അലോട്ട് ആയാൽ സീറ്റ് ജോയിൻ ചെയ്യണം. അപ്പൊ മസ്റ്റ് ജോയിൻ ദ അലോട്ടഡ് സീറ്റ്. നിങ്ങൾക്ക് ആ കിട്ടിയ സീറ്റിൽ നിർബന്ധമായിട്ട് അലോട്ട് ചെയ്യണം. അലോട്ട് ചെയ്ത സീറ്റിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ അടച്ച ഫീസ് നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെട്ടു പോകും, അത് പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. കിട്ടിയാൽ പോകും എന്നുള്ള ഓപ്ഷൻസേ കൊടുക്കാവൂ. ഏകദേശം വേക്കന്റ് സീറ്റുകൾ 226ഓളം സീറ്റ് അൺറിസർവ്ഡിലും EWSലും SCയിലും STയിലും OBCയിലും ഒക്കെ ആയിട്ട് 226ഓളം സീറ്റ് വേക്കന്റ് ഉണ്ട്. ആ വേക്കൻസി ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എയിംസിന്റെ സൈറ്റിൽ നിന്നും കിട്ടും. ഇത് നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി പാരാമെഡിക്കൽ കോഴ്സസിന്റെ നോക്കാം. പാരാമെഡിക്കൽ കോഴ്സസിന്റെയും രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിങ് സെപ്റ്റംബർ 18 വൈകിട്ട് 5 മണി വരെ തന്നെയാണ്, സെയിം ടൈം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് പാരാമെഡിക്കലിന്റെ ഫസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. സെയിം പ്രൊസീജിയർ. നിങ്ങൾ മൈ പേജിൽ പോവുക. മൈ പേജിൽ പോയിട്ട് പാരാമെഡിക്കലിന്റെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആ വിൻഡോയിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്ന് അർത്ഥം. ഇതിന്റെയും റിസൾട്ട് സെപ്റ്റംബർ 23 വരും. ഇവിടെ 22 ആണെങ്കിൽ അത് 23 പക്ഷെ രണ്ടിന്റെയും രജിസ്ട്രേഷൻ തീരുന്നത് സെപ്റ്റംബർ 18 വൈകിട്ട് 5 മണിക്കാണ്. ഇവിടെ 23 തുടങ്ങി 27 വരെയാണ് ജോയിനിങ്ങിൽ, ഇവിടെ 24 തുടങ്ങി 27 വരെയാണ് ജോയിനിങ് പറഞ്ഞിരിക്കുന്നത്. പ്രൊസീജിയർ സെയിം തന്നെ. മൈ പേജിൽ കയറുക. ഇവിടെ നിങ്ങൾ 25,000 അല്ല 5,000 രൂപയാണ് ഫീ പേ ചെയ്യേണ്ടത്. പാരാമെഡിക്കലിന് 5,000 രൂപ അടയ്ക്കുക. ഇപ്പൊ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത കോളേജുകളിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്താൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. മസ്റ്റ് ജോയിൻ ദ അലോട്ടഡ് സീറ്റ്. അലോട്ടഡ് സീറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ ഈ 5,000 നഷ്ടപ്പെടും. ഇവിടെയും ശ്രദ്ധിക്കുക, ഈ 5,000 എന്ന് പറയുന്ന ഫീ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നോ പേരൻസിന്റെ അക്കൗണ്ടിൽ നിന്നോ വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. ഓൺലൈൻ ട്രാൻസാക്ഷൻ പറ്റും. കാരണം അത് റീഫണ്ട് വന്നാൽ, സപ്പോസ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം അക്കൗണ്ടിലേക്കാണ് തിരിച്ചു വരിക. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫീ പേയ്മെന്റ് ചെയ്യാം. ഇവിടെ വേക്കന്റ് സീറ്റ് 151 സീറ്റാണ്. അപ്പൊ നഴ്സിംഗിന് 226ഉം പാരാമെഡിക്കൽ 151 സീറ്റുമാണ്. ഇവിടെയും ഓരോ കോളേജിലും ഏതൊക്കെ സീറ്റാണ് വേക്കന്റ് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എയിംസിന്റെ സൈറ്റിൽ നിന്ന് അതേ PDF എടുക്കാം. അപ്പൊ ഇത് 2 ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എയിംസിന്റെ സൈറ്റിൽ രണ്ടിന്റെയും ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഇതിന്റെ ഒരു അബ്സ്ട്രാക്ട് ആണ് പറഞ്ഞത്. അപ്പൊ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ എയിംസ് എക്സാംസിന്റെ സൈറ്റിൽ കയറുക. ഈ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. നിങ്ങൾക്ക് നഴ്സിംഗ് വേണമെങ്കിൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ വേണമെങ്കിൽ പാരാമെഡിക്കൽ, രണ്ടും നോക്കുന്നെങ്കിൽ രണ്ടും ഇത് ചൂസ് ചെയ്യുക. സെപ്പറേറ്റ് പ്രൊസീജിയർ ആണ്. ആ സെപ്പറേറ്റ് പ്രൊസീജിയറിൽ ഈ പറയുന്ന ഫീ അടച്ച് നിങ്ങൾ ചോയ്സ് ഫിൽ ചെയ്ത് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. അലോട്ട് ആയാൽ കോളേജിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തില്ലെങ്കിൽ അടച്ച ഫീസ് നഷ്ടപ്പെടും. ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ. അപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ ഓൾമോസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. വേക്കൻസി ലിസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് വീണ്ടും അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇതൊരു ഡീറ്റെയിൽ പ്രൊസീജിയർ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ബാക്കി ഡൗട്ടുകൾക്ക് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്.
സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.